भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമസുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 866 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധം 25 അധ്യായത്തിൽ ഭഗവദുദ്ധവ സംവാദം, അതിൽ 15 ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. യഥാ ജയേൽ രജസത്വം തമോമൂഢം ലയം ജഡം യുജ്യേത ശോകമോഹാഭ്യാം നിദ്രയാ ഹിംസയാശയ. ഇവിടെ മൂഢം അറിവിനെ കെടുത്തുന്ന ഇല്ലാതെയാക്കുന്നതും, ലയം മൂർച്ഛയെ വളർത്തുന്നതും, ജഡം മന്ദവുമായ തമഹ തമോ ഗുണം, രജഹ സത്വം യഥാ ജയേത രജസ്സിനെയും സാത്വികഭാവത്തെയും എപ്പോഴാണോ ജയിക്കുന്നത് തത് അപ്പോൾ ശോകമോഹാഭ്യാം ദുഃഖത്തെയും മോഹത്തെയും അല്ലെങ്കിൽ ഭ്രമത്തോടും, നിദ്രയ ഉറക്കത്തോടും, ഹിംസയ പരപീഡ ചെയ്യാനുള്ള പ്രവൃത്തിയോടും, ആശയ യുജ്യേത ആശയോടും യോജിക്കും. എന്ന് വെച്ചാൽ വിവേകശക്തിയെ നശിപ്പിച്ച് പൂർവാപരങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കാതെ ഇരിക്കുക. ആ തരത്തിൽ ആലസ്യത്തെ അടഞ്ഞ പ്രവൃത്തി സാമർഥ്യമില്ലാതെ ഇരിക്കുന്ന തമോ ഗുണം രജോ ഗുണത്തെയും സത്വഗുണത്തെയും ജയിച്ചാൽ ആ പുരുഷന് ജീവിതത്തിൽ ശോകം, മോഹം, നിദ്ര, ഹിംസ, ആശ തുടങ്ങിയവ വർദ്ധിച്ചു വരും എന്ന് പറയുന്നു. യഥാ ചിത്തം പ്രസീദേത ഇന്ദ്രിയാണാം ച നിർവൃത്തി ദേഹേ അഭയം മനോസംഗം
തത് സത്വം വിദ്ധി മത്പദം. യഥാ എപ്പോഴാണോ ചിത്തം മനസ്സ് പ്രസീദേത പ്രസാദിക്കുന്നത്, ഇന്ദ്രിയാണാം നിർവൃതി ഇന്ദ്രിയങ്ങൾക്ക് ഉപരതിയും, ദേഹേ ദേഹത്തിൽ അഭയം എന്ന് വെച്ചാൽ ഭയമില്ലാത്ത അവസ്ഥയും, മനഃ മനസ്സ് അസംഗം സംഘമില്ലാതെയായിത്തീരുന്നത്, തഥാ അപ്പോ മത്പദം സത്വം വിദ്ധി എൻ്റെ സ്ഥാനമായ സത്വഗുണം വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മനസ്സിൽ ശാന്തിയും തെളിച്ചവും, ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഉപരതിയും, ദേഹം നശിക്കുമല്ലോ എന്ന ഭയമില്ലായ്മയും, ഒന്നിലും താല്പര്യമില്ലായ്മയും വർദ്ധിച്ചു വരുമ്പോൾ അവിടെ എന്നെ പ്രാപിക്കുന്നതായ അല്ലെങ്കിൽ എന്നിലേക്ക് എത്താൻ സഹായിക്കുന്നതായ സത്വഗുണം വർദ്ധിച്ചു വന്നു, അധികരിച്ചു എന്ന് ഉദ്ധവ മനസ്സിലാക്കിക്കോളൂ. ഭഗവാൻ പറയുകയാണ്, വികുറുവൻ ക്രിയയാചാധീരനിർവൃത്തിശ്ച ചേതസാം ഗാത്രാസ്വാസ്ഥ്യം മനോഭ്രാന്തം രജ ഏതൈർ നിശാമയ. ക്രിയയാ ക്രിയ കൊണ്ട് വികുറുവൻ വികാരത്തെ പ്രാപിച്ചും, ആധി എന്ന് പറഞ്ഞാൽ ചഞ്ചലമായ ബുദ്ധി, ചേതസാം ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും, അനിർവൃത്തി ഉപരതിയില്ലായ്മയും നിർവൃതിയില്ലായ്മയും, ഗാത്രാസ്വസ്ഥ്യം കർമ്മേന്ദ്രിയങ്ങൾക്ക് സ്വസ്ഥതയില്ലായ്മയും, മനഃ മനസ്സ് ഭ്രാന്തം ഭ്രമിച്ചും ഇരിക്കുന്നുവെങ്കിൽ, ഏതൈ ഇതുകൊണ്ട് രജഹ നിശാമയ രജസ്സിനെ മനസ്സിലാക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് രജോ ഗുണം വർദ്ധിച്ചതായിട്ട് മനസ്സിലാവുക. ഓരോവിധ പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ജയാപജയങ്ങൾ, ജയവും തോൽവിയും, ആ സന്തോഷ സന്താപങ്ങളെ എപ്പോഴും അനുഭവിച്ചുകൊണ്ടും ബുദ്ധിക്ക് ആ വിശ്രാന്തി ലഭിക്കാതെ നാലു ഭാഗത്തേക്കും ബുദ്ധി സഞ്ചരിക്കുമ്പോഴും, ഇന്ദ്രിയങ്ങൾ വിഷയാശ കൊണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും, ആകപ്പാടെ നമ്മൾ പറയില്ലേ മനസ്സുഖം ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ രജോ ഗുണം വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ രജോ ഗുണം വർദ്ധിക്കുമ്പോണ്ടാകുന്ന ലക്ഷണങ്ങളാണ് എന്ന് അവിടെ സൂചിപ്പിച്ചു. ഇപ്പം ജയാപജയങ്ങളിൽ സന്തോഷ സന്താപങ്ങൾ തോന്നുക, ബുദ്ധിക്ക് വിശ്രാന്തി ഇല്ലാതെയാവുക, ഇന്ദ്രിയങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുക, മൊത്തത്തിൽ മനസ്സുഖമില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇത് രജസ്സിൻ്റെ ലക്ഷണങ്ങളാണ്, രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു. സീതച്ചിത്തം വിലീയേത ചേതസോ ഗ്രഹണേ ക്ഷമം മനോ നഷ്ടം തമോ ഗ്ലാനിസ്തമസ്തദുപധാരയ. ഇനി തമോ ഗുണം വർദ്ധിച്ചാൽ എന്താ? സീതത്ത് തളർന്നതും, ചേതസഹ ഗ്രഹണേ ചേതസ്സിൻ്റെ ഗ്രഹണത്തിൽ അക്ഷമ ശക്തിയില്ലാത്തതുമായ ചിത്തം, ആ ചേതസ് വിലീയേത വിലയിക്കുകയും, മനഃ മനസ്സ് നശിക്കുകയും ചെയ്ത്, തമഹ അന്ധകാരവും, ഗ്ലാനി വിഷാദവും ഉണ്ടാകുമ്പോൾ തത്ത് അതിനെ തമഹ ഉപധാരയ അതിനെ തമോ ഗുണമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ചിത്തത്തിന് പദാർത്ഥങ്ങളെ ഗ്രഹിക്കാനുള്ള അറിവായി പരിണമിക്കാൻ സാമർഥ്യമില്ലാതെ വരുന്നു. സങ്കല്പിക്കാനും വികൽപ്പിക്കാനും ശക്തിയില്ലാതെ മനോരൂപം നശിച്ച് അറിവില്ലായ്മയും വിഷാദവും, അവിടെ ഗ്ലാനിയും ആ അന്ധകാരവും വർദ്ധിക്കുക, ആ മൂഢാവസ്ഥകളിൽ മുങ്ങിയിരിക്കുക. ഇങ്ങനെ ഈ അവസ്ഥയിൽ ഒരാൾ മനസ്സിലാക്കണം, അയാളിൽ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഏധമാനേ ഗുണേ സത്വേ ദേവാനാം ബലമേധതേ അസുരാണാം ചരജസി തമസ്യുദ്ധവ രക്ഷസാം. പിന്നെ പറയാണ് ഉദ്ധവ, സത്വേ ഗുണേ സത്വം എന്ന ഗുണം ഏധമാനേ സതി വർദ്ധിച്ചിരിക്കുമ്പോൾ ദേവാനാം ബലം ഏധതേ ദേവന്മാർക്ക് ശക്തി വർദ്ധിപ്പിക്കുന്നു. സത്വഗുണത്തിൻ്റെ ജയത്തിൽ ദേവന്മാർക്ക്. രജസി അസുരാണ് രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ
അവിടെ ഏധത്തെ വർദ്ധിക്കുന്നുവെങ്കിൽ അസുരാണാം അസുരന്മാർക്ക് ശക്തി വർദ്ധിക്കുന്നു. തമസി തമസ്സാണെങ്കിൽ രക്ഷസാം രക്ഷസ്സുകൾക്ക് അല്ലെങ്കിൽ രാക്ഷസന്മാർക്ക് ബലം വർദ്ധിക്കുന്നു. സത്വഗുണത്തിന് അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്ക് ബലം ഉണ്ടാവുന്നു. അപ്പോൾ നിവൃത്തിപരങ്ങളായിരിക്കുന്ന നിഷ്കാമ കർമ്മങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കും, അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ താല്പര്യം വരും. അതേസമയം രജോ ഗുണം വർദ്ധിക്കുമ്പോൾ, രജോ ഗുണത്തിന് ആധിക്യം ഉണ്ടാവുമ്പോൾ നിവൃത്തിപരങ്ങളല്ല മറിച്ച് പ്രവൃത്തിപരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഇന്ദ്രിയങ്ങൾക്ക് ജാഗ്രത ഉണ്ടാവുന്നു. അതുകൊണ്ട് അസുരന്മാർക്ക് ബലം കൂടും എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതേ സമയം ആ തമോ ഗുണം അധികരിക്കുമ്പോഴോ ഒന്നിലും വ്യാപരിക്കാതിരിക്കുക എന്ന മോഹം വർദ്ധിക്കുമ്പോൾ അത് രാക്ഷസീയമായ ഭാവമാണ്. അവിടെ രക്ഷസ്സുകൾക്ക് ശക്തി കൂടും ഉദ്ധവ എന്ന് ഭഗവാൻ പറയുന്നു. സത്വാൽ ജാഗരണം വിദ്യാൽ രജസാ സ്വപ്നമാദിശേൽ പ്രസ്വാപം തമസാ ജന്തോസ്തുരീയം ത്രിഷു സന്തതം. ജന്തോഹോ ജന്തുവിന് സത്വാത് ജാഗരണം വിദ്യാൽ സത്വഗുണം കാരണം എന്തുണ്ടാവുന്നു? ഉണർവുണ്ടാവുന്നു, ജാഗ്രത എന്ന അവസ്ഥയെ നേടുന്നു. അതാ അങ്ങനെ മനസ്സിലാക്കണം. രജസ രജോ ഗുണം കൊണ്ടോ സ്വപ്നം ആദിശയിൽ സ്വപ്നാവസ്ഥയെ മനസ്സിലാക്കണം. തമസ തമോ ഗുണം കൊണ്ട് പ്രസ്വാപം സുഷുപ്തി ജാഗ്രത സ്വപ്നം സുഷുപ്തി സത്വം രജസ് തമസ് ത്രിഷു സന്തതം ഈ മൂന്നിലും എപ്പോഴുമുള്ളത് തുരീയം ആണ്. നാലാമത്തെ അവസ്ഥ അത് തുരീയാവസ്ഥയാണ്. ഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകൾ കൊണ്ടാണ് പ്രാണികൾക്ക് അവസ്ഥാഭേദങ്ങൾ ഉണ്ടാവുന്നത്. സത്വഗുണത്തിന് ഉത്കർഷം വരുമ്പോൾ ഉണർന്നിരിക്കും, ജാഗ്രത അവസ്ഥ. അതേസമയം രജസിൻ്റെ ഉത്കർഷത്തിലോ സ്വപ്നാവസ്ഥയിലേക്ക് എത്തുന്നു. തമസിൻ്റെ അഭിവൃദ്ധിയിൽ സുഷുപ്തി നിദ്ര എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ മൂന്ന് അവസ്ഥകളിലും ഒരേപോലെ വ്യാപിച്ച് ഒരവസ്ഥയുടെ ഉത്ഭവത്തിൽ സ്വയം ഉദ്ഭവിക്കാതെയും എല്ലാ അവസ്ഥകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥാത്രയ വിലക്ഷണ ചൈതന്യം എന്നാണ് തുരീയാവസ്ഥയെ പറയുന്നത്. മൂന്നവസ്ഥകളിൽ നിന്നും വേറിട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ തുരീയം നാലാമത്തത് എന്ന് പറയുന്നു. ഇപ്പം ജാഗ്രത സ്വപ്നം സുഷുപ്തി തുരീയം. ഉപര്യുപരി ഗച്ഛന്തി സത്വേന ബ്രാഹ്മണാജന തമസാധോധ ആമുഖ്യാൽ രജസാന്തരചാരിണ. സത്വേന സത്വഗുണം കൊണ്ട് ബ്രാഹ്മണാഹ ജനാഹ ബ്രാഹ്മണർ ഉപര്യുപരി മേൽക്കുമേൽ ഗച്ഛന്തി ഉയർന്ന് പൊങ്ങുന്നു. തമസ തമസ്സുകൊണ്ടോ അധോധ കീഴ്പോട്ട് കീഴ്പോട്ട് ആമുഖ്യാൽ സ്ഥാവരം വരെയും രജസ രജസ്സുകൊണ്ട് അന്തരചാരിണാഹ മധ്യത്തിൽ ചരിക്കുന്നവയായിട്ടും തീരും. അപ്പോൾ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് മേൽഗതിയും കീഴ്ഗതിയും അധോഗതിയും ഉപരിഗതിയും ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. സത്വഗുണം അധികരിക്കുമ്പോൾ എന്താവും? വേദാർത്ഥം അറിഞ്ഞ ബ്രാഹ്മണരായി മാറും, ബ്രാഹ്മണ്യം വർദ്ധിക്കും. മേൽക്കുമേൽ ഉയർന്നുയർന്ന് സത്യലോകം വരെ ബ്രഹ്മലോകം വരെ ഉയരും. എന്നാൽ തമോ ഗുണം വർദ്ധിക്കുമ്പോഴോ ആലസ്യം തുടങ്ങിയവ കൊണ്ട് മോഹിതരായി താണ് നമ്മൾ വൃക്ഷങ്ങൾ വരെയുള്ള നീചയോനികളിൽ പ്രവേശിക്കുന്നു. രജോ ഗുണം വർദ്ധിക്കുമ്പോഴോ പ്രവൃത്തിശീലരായി ഇതിന് രണ്ടിനുമിടയിലുള്ള ആ മധ്യമലോകം എന്നറിയപ്പെടുന്ന ഭൂലോകത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നു. ഭൂലോകം മുകളിൽ ആ സത്യലോകം, താഴെ അതലം വിതലം തുടങ്ങിയ അധോലോകങ്ങൾ. സത്വേ പ്രലീനാസ്വറിയാന്തി നരലോകം രജോലയാം തമോലയാസ്തു നിരയം യാന്തി മാമേവ നിർഗുണ. സത്വേ സത്വത്തിൽ പ്രലീന മരിച്ചവർ സ്വയാന്തി സ്വർലോകത്തിലേക്ക് എത്തുന്നു. രജോലയാഹ രജസിൽ മരിച്ച ആളോളോ നരലോകം മനുഷ്യലോകത്തിലേക്ക് തന്നെ വരുന്നു.
തമോലയ, തമസ്സിൽ മരിച്ച ആളുകൾ നിരയം, നിരയെന്ന് പറഞ്ഞാൽ നരകം, ആ നരകത്തിലേക്ക് എത്തുന്നു. നിർഗുണാഹ, ഗുണങ്ങളെ അതിക്രമിച്ചവൻ, ഗുണങ്ങളില്ലാത്തവൻ എന്നല്ല, ഗുണങ്ങൾക്ക് അതീതമായി മരിച്ച ആളുകൾ മാം ഏവ യാന്തി, എന്നെ തന്നെ പ്രാപിക്കുന്നു. ദേഹനാശത്തിൽ ഏതേതു ഗുണങ്ങളാണോ ഉയർന്നു നിൽക്കുന്നത് അതനുസരിച്ചുള്ള ജന്മം എടുക്കേണ്ടി വരും, ഉച്ച നീചഗതികൾ ജീവികൾക്കുണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് മരണമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തും. രജോഗുണം വർദ്ധിക്കുമ്പോഴോ വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ തന്നെ മനുഷ്യജന്മം എടുക്കേണ്ടി വരും. തമസ്, ആ തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് മരിക്കുന്ന ആളുകൾ നിരയം, ആ നരകത്തെ പ്രാപിക്കുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും അതിക്രമിച്ച് അതിനെ അറിഞ്ഞ് അതിൻ്റെ ബാധയെ തടുത്ത് ഗുണാതീതനായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ, ആ ആത്മാവിൻ്റെ രൂപത്തെ അറിഞ്ഞ് നിർഗുണാവസ്ഥയിലെത്തിയ സമയത്ത് മരിച്ചാൽ അവർ മാമേവ യാന്തി, എന്നെ തന്നെ പ്രാപിക്കുന്നു. മരണാനന്തരം അവർക്ക് വൈകുണ്ഠലോകം, ഭഗവാന്റെ ലോകം കിട്ടുന്നു. കൃഷ്ണപ്രാപ്തി എന്ന അവസ്ഥയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നു. മദർപ്പണം നിഷ്ഫലം വാ സാത്വികം നിജകർമ്മതൽ രാജസം ഫലസങ്കൽപ്പം ഹിംസാ പ്രായാതി താമസം. മദർപ്പണം, എന്നിൽ സമർപ്പിച്ചത്, നിഷ്ഫലം വാ, ഫലകാംക്ഷ കൂടാതെയുമായ നിജകർമ്മ, സ്വധർമാനുഷ്ഠാനം ഏതാണോ അത് സാത്വികം, സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഫലസങ്കല്പം എന്നാൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ഫലാപേക്ഷയോടുകൂടിയത് രാജസം, രജസിൽ നിന്നുണ്ടായതാണ്. ഹിംസാപ്രായാദി, പരപീഡയിൽ അവസാനിക്കുന്നത് താമസം, തമസിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് മനസ്സിലാക്കൂ. ഭിന്ന ഭിന്ന കർമ്മങ്ങൾക്കും ഗുണങ്ങൾ തന്നെ കാരണം. ഈശ്വരാർപ്പണ ബുദ്ധിയ, ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായി കർമ്മം ചെയ്യുന്നത് സത്വഗുണമാണ്. സ്വധർമാനുഷ്ഠാനത്തെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് സത്വഗുണത്തിൻ്റെ ഫലമാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യണതോ അത് രജോ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ പ്രാണിഹിംസ ചെയ്യുക, അതിൻ്റെ ആ അവസ്ഥ ഉണ്ടാവുന്നത് തമസിൽ നിന്നാണ്. താമസ ഗുണം ഏറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള അവസ്ഥ. കൈവല്യം സാത്വികം ജ്ഞാനം രജോ വൈകൽപ്പികം ചയൽ പ്രാകൃതം താമസം ജ്ഞാനം മന്നിഷ്ഠം നിർഗുണം സ്മൃതം. കൈവല്യം ജ്ഞാനം, കേവലത്തെ സംബന്ധിച്ചതായിട്ടുള്ള അറിവ് സാത്വികമാണ്, സത്വഗുണ സംബന്ധിയാണ്. വൈകൽപ്പികം, ഭേദരൂപമായ ജ്ഞാനം, അത് യത് തത്, ഏതാണോ അത് രജഹ, രജോ ഗുണ സംബന്ധിയാണ്. പ്രാകൃതം, പ്രകൃതി സംബന്ധമായ ജ്ഞാനമോ താമസം, തമോ ഗുണത്തെ സംബന്ധിച്ചതാണ്. മന്നിഷ്ഠം നിർഗുണം സ്മൃതം, എന്നെ സംബന്ധിച്ചതായിട്ടുള്ള അറിവ് ഗുണങ്ങളെ കടന്നത്, ഗുണാതീതമായിട്ടുള്ളത്, നിർഗുണമായിരിക്കുന്നത് എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്നു. സഗുണം നിർഗുണം, അങ്ങനെ ഭേദം കൊണ്ട് 4 തരത്തിലുള്ള അറിവ് എന്നാണ്. ആത്മാവിനെ സംബന്ധിച്ച അറിവ് സത്വഗുണം, ഭേദബുദ്ധി കൊണ്ടുണ്ടാകുന്ന വികല്പരൂപമായ അറിവ് രജോ ഗുണം, ആഹാരാദി കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള അറിവ് തമോ ഗുണം. എന്നാൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവ്, മന്നിഷ്ഠം, എന്നെ സംബന്ധിച്ചതായിട്ടുള്ള അറിവ് ഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ചിരിക്കുന്നതാണ്, നിർഗുണം എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. വനം തു സാത്വികോ വാസോ ഗ്രാമോ രാജസ ഉച്യത്തെ താമസം ദ്യൂതസദനം മന്നികേതം തു നിർഗുണം. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വ്യത്യാസം നമ്മുടെ ഗുണങ്ങളെ ബാധിക്കണമെന്നാണ്. വനം തു, കാട്ടിൽ താമസിക്കുക, കാട് സാത്വികം, സത്വഗുണ സംബന്ധിയായ വാസഹ, ഇരിപ്പിടമാണ് അല്ലെങ്കിൽ സ്ഥലമാണ്. ഗ്രാമ, പട്ടണങ്ങളോ
രാജസഹ, രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ രജോ ഗുണ സംബന്ധിയാണ് എന്ന് പറയപ്പെടുന്നു. ദ്യൂതസദനം, ചൂത് കളിക്കുന്ന സ്ഥലം, അത് താമസം, അവിടെയാണ് താമസമെങ്കിൽ അത് തമോ ഗുണാധിക്യമുള്ളതാണ്, തമോ ഗുണ സംബന്ധിയാണ്. മന്നികേതം തു, എൻ്റെ നിവാസസ്ഥാനമോ അത് നിർഗുണമാണ്, ഗുണാതീതമാണ് എന്ന് പറയുന്നു. ഗുണഭേദം നിമിത്തം തന്നെ വാസസ്ഥലത്തിലുള്ള രുചിഭേദവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സത്വഗുണം വർദ്ധിച്ച ഒരാൾ, സാത്വികമായ ബുദ്ധിയുള്ള ഒരാൾക്ക്, അയാൾക്ക് വനത്തിൽ താമസിക്കാൻ താല്പര്യം. എന്നാൽ രജോ ഗുണം അധികരിക്കുമ്പോഴോ, അപ്പോൾ വനത്തിലല്ല പട്ടണത്തിൽ, അല്ലെങ്കിൽ ആ പ്രത്യേകമായിട്ടുള്ള വീടൊക്കെ വെച്ച് പട്ടണത്തിൽ താമസിക്കുക, സുഖസൗകര്യങ്ങളിൽ ആസക്തി വരും. ഇതേ സമയം തമോ ഗുണം അധികരിക്കുമ്പോഴോ, അപ്പോൾ ഈ വീട്ടിലിരിക്കാനല്ല തോന്നുക, മറിച്ച് ചൂതുകളി നടക്കുന്ന സ്ഥലങ്ങൾ, മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് മോഹിക്കും ജീവൻ അല്ലെങ്കിൽ പുരുഷൻ. എന്നാൽ ഗുണബാധയെ അതിക്രമിച്ച ആൾ, ഈ 3 ഗുണങ്ങൾക്കും അതീതമായി നിർഗുണമായ ഭാവത്തിലേക്ക് എത്തിയ ഒരാൾ എൻ്റെ വാസസ്ഥാനത്തെ, ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നതിന് ഇഷ്ടപ്പെടും. മന്നികേതം തു നിർഗുണം, അത് നിർഗുണമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് പറയുന്ന 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ തരത്തിൽ സാത്വികം, രാജസം, താമസം, നിർഗുണം എന്നതിനെക്കുറിച്ച് തന്നെയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. അതോടുകൂടി നാളെ 36-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ഈ 25-ാമത്തെ അധ്യായം സമർപ്പിക്കാൻ സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹരിപാദേ രതിയുണ്ടാകാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. പവനപു
രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.